ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ സൺഡേ ഉച്ചയ്ക്ക് ശേഷം എന്താ ബിരിയാണി വീട്ടിലാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ബിരിയാണിയൊക്കെ വെച്ചിട്ട് ആദ്യമൊക്കെ ഇളക്കി തന്നു കേട്ടോ. എനിക്ക് ഈ ബിരിയാണിയുടെ സെറ്റാക്കി ഇളക്കി എടുക്കുന്നത് അറിഞ്ഞൂടാ ഗൈസ്. പിന്നെ കൊതിക്ക് വേണ്ടി ഞാനും ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് കേട്ടോ. പിന്നെ നമ്മളിതാ ബിരിയാണിയും ചിക്കൻ കറിയും നെയ്ച്ചോറ് പോലെയാണ് വെച്ചത്. പക്ഷേ ബിരിയാണിയുടെ തന്നെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈയും സലാഡും പപ്പടവും അച്ചാറും ഒക്കെ കൂട്ടി. അപ്പം രണ്ടാമത്തെ അനിയത്തി അവിടെ നിന്ന് വന്നു. അങ്ങനെ അവളും എല്ലാവരുമായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇലയൊക്കെ വെട്ടിയിട്ടാണ് കഴിച്ചത്. എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. എന്നിട്ട് നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ. കൊട്ടിയത്ത് വെച്ചായിരുന്നു, കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു ഫംഗ്ഷൻ. അങ്ങനെ നമ്മൾ 3 പേരും കൂടി റെഡി ആയിട്ട് നിന്നുള്ള പോസാണ് കേട്ടോ. ഡിഫറെൻറ്റ് പോസുകളിൽ നിന്ന് എടുത്തു. അപ്പോൾ അവർക്കൊന്ന് ചിരി വന്നു കേട്ടോ. രണ്ടാമത്തോട്ട് എൻ്റെ 2 അനിയത്തിമാരാണ്. അപ്പം ഞങ്ങൾ 3 പേരും കൂടി റെഡിയായി സെറ്റായി. ഞങ്ങളുടെ സാറാണ് കേട്ടോ, ഞങ്ങളുടെ 7th വരെ പഠിപ്പിച്ച സാറിൻ്റെ, അതായത് ഞങ്ങളുടെ ഗുരുനാഥൻ്റെ മോളുടെ കല്യാണത്തിനാണ് പോകുന്നത്. റിസപ്ഷനാണ് പോകുന്നത്. താലിയിട്ട് കഴിഞ്ഞുള്ള റിസപ്ഷനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊട്ടിയത്ത് എത്താറായി ഗൈസ്. അങ്ങനെ തിരിഞ്ഞ് നമ്മൾ മംഗല്യ കൺവെൻഷൻ സെൻറ്ററിൽ എത്തി കേട്ടോ. ഇപ്പം ഈ റോഡ് പണി നടക്കുന്നതിനെ കൊണ്ടിട്ട് നമുക്ക് എങ്ങോട്ടും മാറിയും തിരിഞ്ഞും അറിയാൻ വയ്യാത്തൊരവസ്ഥയായി. അങ്ങനെ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി ഗൈസ്. ഇതാണ് കേട്ടോ കൺവെൻഷൻ സെൻറ്റർ വരുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും നാരായണി എന്നാണ് കുട്ടിയുടെ ബ്രൈഡിൻ്റെ പേര്. അങ്ങനെ ഞാനും കൈ കൂടി അതിൻ്റെ ഇടയ്ക്ക് പോയി ഇച്ചിരി വീഡിയോസൊക്കെ എടുത്തു ഗൈസ്. ഞങ്ങൾ ഇച്ചിരി നേരം എടുത്തു. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയായിരുന്നു. അങ്ങനെയാളെ അനിയത്തി ഞാനും പിന്നെ ഇരിപ്പുണ്ട് രണ്ടാമത്തെ അനിയത്തി ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒക്കെ ആയിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് ഫുഡ് കഴിക്കാൻ നമ്മൾ ബിരിയാണിയാണ് മേടിച്ചത്. അപ്പവും കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം സാറിൻ്റെ അതിമനോഹരമായ പാട്ട് സാറ് പാടും. സൂപ്പർ ഗാനങ്ങളായിരുന്നു. അങ്ങനെ ഗാനങ്ങളൊക്കെ കേട്ട് പഠിപ്പിച്ച സാറന്മാരും പിന്നെ അതുപോലെ തന്നെ കുട്ടികളൊക്കെയാണ് കേട്ടോ പാട്ടൊക്കെ പാടിയത്. അടിപൊളി ഫംഗ്ഷനാണ്. സാറ് കുറച്ച് ആളുകളെ വിളിക്കുക. ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിൽ ഇഷ്ടംപോലെ ആളുകളെ വിളിക്കാറുണ്ട്. പക്ഷേ സാറ് നമ്മളെയൊക്കെ ചൂസ് ചെയ്ത് വിളിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ ഗുരുനാഥനാണല്ലോ. നമ്മൾ ആ കല്യാണത്തിന് പങ്കെടുക്കണം. എൻ്റെ കല്യാണത്തിനും അനിയത്തിയുടെ കല്യാണത്തിനും ഒക്കെ വന്നതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ എത്ര റിസ്ക് എടുത്താലും ഞങ്ങൾ വരണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലേക്ക് നേരെ കൊല്ലത്തേക്ക് പോയി. അങ്ങനെ വീട്ടിൽ പോയി കിടന്നു ഗൈസ്. പിറ്റേന്നായപ്പോഴത്തേക്കും നമ്മൾ കിളിമാനൂരോട്ട് പോയി എൻ്റെ വീട്ടിലേക്ക്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ.